ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻട്രൊഡക്ഷൻ ടു ജാങ്കോ. ജാങ്കോ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്ത് ബാക്ക് എൻഡിൽ നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രെയിം വർക്കിൻ്റെ ഹെൽപ്പ് എന്തായാലും ആവശ്യമാണ്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് ജാങ്കോ എന്ന് പറയുന്നത്. ജാങ്കോ മാത്രമല്ല, നമുക്ക് ഫ്ലാസ്ക് അങ്ങനെ കുറച്ച് ചെറിയ അതേപോലെ കുറച്ച് വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ ബേസിക്കിലാണ് മോസ്റ്റ്ലി ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരു ജാങ്കോ ഫ്രെയിം വർക്ക് ആയിരിക്കും നമ്മളൊരു പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്ത് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ് ഒരു ജാങ്കോ എന്ന് വെച്ചാൽ ആദ്യം പറയുന്നത് എന്തായിരിക്കും, വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കാണ് ജാങ്കോ എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മൾ ജാങ്കോ വർക്ക് ചെയ്യുന്നത് ഒരു ആർക്കിടെക്ചർ ബേസിക്കലായിരിക്കും. ആ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് MVT ആർക്കിടെക്ചർ ആയിരിക്കും. ഈ MVT ആർക്കിടെക്ചർ അല്ലെങ്കിൽ MVT പാറ്റേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരുന്നതെന്ന് പറയുന്നത് MVC ആർക്കിടെക്ചറിൻ്റെ ബേസ്ഡിലായിരിക്കും. MVC എന്ന് വെച്ചാൽ മോഡൽ വ്യൂ കൺട്രോളർ ആർക്കിടെക്ചറിൻ്റെ ബേസ്ഡ് ആയിരിക്കും നമ്മളുടെ ഈ MVT പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. MVT എന്ന് വെച്ചാൽ മോഡൽ വ്യൂ ടെംപ്ലേറ്റ്. ഈ ഒരു മോഡൽ വ്യൂ കൺട്രോളർ ആർക്കിടെക്ചറിൻ്റെ ബേസ്ഡ് ആണെന്ന് പറയാൻ കാര്യം, ജാങ്കോയ്ക്ക് പുറത്തുനിന്നൊരു കൺട്രോളർ പാർട്ടിൻ്റെ ആവശ്യമില്ല. ജാങ്കോയുടെ തന്നെ കൺട്രോൾ പാർട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ബേസ്ഡ് ആണെന്ന് പറയുന്നത്. അത് മറ്റൊരു ആർക്കിടെക്ചറിൻ്റെ ബേസ്ഡ് അല്ല കൺട്രോൾ പാർട്ട് ഉള്ളത്. ജാങ്കോയുടെ തന്നെ കൺട്രോൾ പാർട്ട് ഉണ്ട്. അപ്പോൾ അടുത്ത എന്താണ് ഈ MVT ആർക്കിടെക്ചർ എന്ന് നോക്കാം. MVT എന്ന് വെച്ചാൽ എന്താ, മോഡൽ വ്യൂ ടെംപ്ലേറ്റ്. ഒരു യൂസർ കയറുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് നോക്കുന്നത്, ഒരു ഹോം പേജിൽ കയറുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒരു പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന പേജ് എന്താ, ഒരു രജിസ്ട്രേഷൻ പേജ് ആയിരിക്കും. ഏതൊരു പേജാണെങ്കിലും ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ലോഗിൻ ചെയ്ത് ഹോം പേജിലോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് എന്തായിരിക്കും, രജിസ്ട്രേഷൻ പേജ്. അപ്പോൾ യൂസർ കയറുന്നു, രജിസ്ട്രേഷൻ പേജ് കാണുന്നു. അപ്പോഴെന്താ, നമ്മൾ ബാക്ക് എൻഡിൽ യൂസ് ചെയ്തേക്കുന്ന ജാങ്കോ ഫ്രെയിം വർക്കാണ്. അപ്പോൾ അവിടെ ഒരു മെസ്സേജ് അങ്ങോട്ട് പോവുകയാണ്, ഒരു URL പാത്ത് അങ്ങോട്ട് പോവുകയാണ്. URL പാത്ത് എന്ന് വെച്ചാൽ നമ്മളുടെ ഡയറക്ടറിനെയാണ് ഈ പാത്ത് എന്ന് പറയുന്നത്. URL എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിൽ തന്നെ C ഡ്രൈവിൽ അല്ലെങ്കിൽ D ഡ്രൈവിൽ ഇന്ന ഫോൾഡറിൽ ഇന്ന ഫയലിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു ഫയൽ കിടക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പാത്ത് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ URL പാത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു HTML പേജാണ്. ഈ ഒരു HTML പേജിനെ നമ്മൾ ടെംപ്ലേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ടെംപ്ലേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു URL നമുക്ക് ബാക്ക് എൻഡിൽ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് എന്താ, പുതിയൊരു യൂസർ കയറി അവിടെ ഒരു ഡേറ്റ നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റാസ് നമ്മൾ ബാക്ക് എൻഡിൽ പോയി സ്റ്റോർ ചെയ്യണ്ടേ. അപ്പോൾ അവിടെ ഡേറ്റാസ് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ റീഡ് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യുവാണെന്നുള്ള എല്ലാ ഫങ്ഷൻസും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എവിടെയായിരിക്കും, വ്യൂവിലായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ടെംപ്ലേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള URL ബേസിക്കിൽ ഒരു വ്യൂസ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു വ്യൂവിലായിരിക്കും നമ്മൾ ആ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഒരു യൂസർ കയറി ആളുടെ യൂസർ നെയിം ഇല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് കൊടുത്തു സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ആ ഒരു ഡേറ്റാസ് പോയി ഡേറ്റാബേസിൽ പോയി സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഒരു ഡേറ്റാബേസിൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു കണക്ഷനൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും, മോഡലിലായിരിക്കും നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡേറ്റ കൊടുക്കുന്ന ആ ഒരു ഡേറ്റ സേവ് ചെയ്യേണ്ടതാണെങ്കിൽ അതെവിടെ, മോഡലിൽ പോയിട്ട് ഡേറ്റ സേവ് ചെയ്തു എന്നുള്ള തിരിച്ച് ആ ഒരു റെസ്പോൺസ് വ്യൂവിൽ വരുന്നു, അത് തിരിച്ച് യൂസറിന് എത്തുന്നു. ഇതാണ് നമ്മളുടെ MVT ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഒരു റിക്വസ്റ്റ് പോകുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ്. ഇനി ഡേറ്റാസ് നമുക്ക് റീഡ് ചെയ്തെടുക്കാനാണോ, ഇല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്തെടുക്കാനാണോ, ഇല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനാണോ, ഡിലീറ്റ് ചെയ്യാനാണോ, ഫിൽട്ടർ ചെയ്താണോ, എന്താണെന്നുള്ളത് ടെംപ്ലേറ്റ് ബേസ്ഡ് URL പോയിട്ട് ആ ഒരു URL നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ആ ഒരു കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ് നടക്കേണ്ടതെന്നുള്ളത് എവിടെയാണ്, വ്യൂസിൽ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യൂസിൽ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ഡേറ്റാസ് സേവ് ചെയ്യണമെങ്കിൽ മോഡൽസിൽ പോയി സേവ് ചെയ്യുന്നു, റീഡ് ചെയ്തെടുക്കണമെങ്കിൽ മോഡലിൽ പോയിട്ട് റീഡ് ചെയ്ത് ഡേറ്റാബേസിൽ പോയി റീഡ് ചെയ്തെടുത്തിട്ട് വരുന്നു, അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഡേറ്റ കൊണ്ടുവന്ന് യൂസർ അപ്ഡേറ്റ് ചെയ്യുന്നു, തിരിച്ചത് പോയി സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെ ഒരു കേർഡ് ഓപ്പറേഷൻസ് നമ്മളവിടെ ജാങ്കോയിലായിരിക്കും നടക്കുന്നത്.
ഇനി കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ജാങ്കോ ആണ് വെബ് ഡെവലപ്പേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായതുകൊണ്ടാണ് നമ്മളുടെ ഡെവലപ്പേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ ഓരോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജാങ്കോ ഫ്രെയിംവർക്ക് ചൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ നമ്മളുടെ ഒരു ഡെവലപ്പേഴ്സിന് എന്തായിരിക്കും ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വരും. ഫ്രണ്ട് എൻഡ് എന്താണ്? നമ്മളുടെ ഡിസൈൻ പാർട്ടാണ് ഫ്രണ്ട് എൻഡ്. ബാക്ക് എൻഡിലാണ് നമ്മളുടെ ജാങ്കോ ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് കണക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യാൻ തന്നെ നമ്മുടെ പ്രോജക്റ്റിൽ ഒരുപാട് ടൈം എടുക്കുമ്പം ബാക്ക് എൻഡിങ്ങിലൂടെ ടൈം എടുക്കുകയാണെങ്കിൽ ഡെവലപ്പേഴ്സിന് അത് ഒരുപാട് ടൈം ഡിലേ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജാങ്കോ ഫ്രെയിംവർക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ, അവിടെ നമുക്ക് ഫാസ്റ്റായിട്ട് ഡെവലപ്പേഴ്സിന് ആ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തേന്ന് പറയുന്നത് സെക്യൂർ എന്ന് വെച്ചാൽ നമ്മളുടെ ഡെവലപ്പേഴ്സിന് ഒരുപാട് ഈ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ഇഷ്യൂസ് വരും. സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ SQLൻ്റെ ആവാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ CSRF ടോക്കൻ്റെ ആവാം. നമ്മളുടെ ഒരു യൂസറിന് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊരു ബാങ്കിൻ്റെ ആണെങ്കിൽ യൂസറിന് വേണ്ട സെക്യൂറായിട്ട് അയാളുടെ ഡേറ്റാസ് സെക്യൂർഡ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫ്രെയിംവർക്ക് ജാങ്കോ ആണെങ്കിൽ അതിന് നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതെന്ന് പറയുന്നത് സ്കെയിലബിളാണ്. സ്കെയിലബിൾ എന്ന് വെച്ചാൽ അടുത്ത ഫീച്ചർ എന്ന് വെച്ചാൽ സ്കെയിലബിളാണ്. സ്കെയിലബിൾ എന്ന് വെച്ചാൽ നമ്മളുടെ ജാങ്കോ എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയ വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഇല്ലെങ്കിൽ ലാർജ് പ്രോജക്റ്റിനാണെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജാങ്കോ എന്ന് പറയുന്നത് നമുക്ക് രണ്ടിലും ഈക്വലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഫുള്ളി ലോഡഡ് എന്ന് വെച്ചാൽ ജാങ്കോയുടെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് കുറച്ച് മൊഡ്യൂൾസും ലൈബ്രറീസും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ഡെവലപ്പറിന് ടാസ്ക് ഈസി ആക്കാനായിട്ട് ഈ ഒരു മൊഡ്യൂൾസും ലൈബ്രറീസും എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിളായിട്ട് യൂസർ ഓതൻറ്റിക്കേഷൻ, ഇല്ലെങ്കിൽ കണ്ടൻറ്റ് അഡ്മിനിസ്ട്രേഷൻ, സൈറ്റ് മാപ്പ്, അങ്ങനെ കുറച്ച് മൊഡ്യൂൾസ് എല്ലാം നമ്മളുടെ ജാങ്കോയിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സാണ്. ജാങ്കോ എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സാണെന്ന് പറയാൻ കാര്യം, അതിന് നമ്മളിപ്പം ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിനകത്ത് ഒരുപാട് നമുക്ക് കോസ്റ്റ് ഒരുപാട് ആയിട്ടുള്ള റേറ്റ് കോസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൊഡ്യൂൾസോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മൾ ബാക്ക് എൻഡിൽ ആവശ്യമുള്ള നമ്മൾ ഫ്രെയിംവർക്കും കൂടെ പർച്ചേസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളെ ടോട്ടൽ കോസ്റ്റ് തന്നെ ഒരുപാട് ഇൻക്രീസ് ആവും. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മളുടെ ജാങ്കോ എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കാണ്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് പബ്ലിക് റെസ്പോസിറ്ററിയാണ് അതിനകത്തുള്ളത് വിത്ത് സോഴ്സ് കോഡ്. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോഴെന്താ നമ്മളുടെ ടോട്ടൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കിട്ടും. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് വെർസറ്റൈലാണ്. വെർസറ്റൈൽ എന്ന് വെച്ചാൽ നമ്മളുടെ ജാങ്കോ എന്ന് പറയുന്ന വലിയൊരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഏതൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സ്മോൾ ആണെങ്കിലും ലാർജ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഡൊമൈൻ ഉണ്ടാവും അല്ലേ. ഡൊമൈൻ എന്ന് വെച്ചാൽ നമ്മളിപ്പം www.google.com എന്ന് പറയുന്ന ഒരു ഡൊമൈനാണ്. ഇതേപോലെ നമുക്ക് ജാങ്കോ ക്രിയേറ്റ് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൊമൈൻസിൽ നമ്മളുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ചില കമ്പനീസൊക്കെ നമ്മളിപ്പോൾ ജാങ്കോ ഫ്രെയിംവർക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില കമ്പനീസൊക്കെ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ ജാങ്കോ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് ഡൊമൈനിൽ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജാങ്കോ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ടഡ് കമ്മ്യൂണിറ്റി. നമ്മളുടെ ജാങ്കോ എന്ന് പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ളൊരു വെബ് ഫ്രെയിംവർക്കാണ്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഏതൊരു കമ്മ്യൂണിറ്റിയിലോ ഏതൊരു ചാനലിൽ വേണമെങ്കിലും അതൊരു സപ്പോർട്ടീവായിട്ട് ഷെയർ ചെയ്ത് നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് ആ ഒരു പ്രോജക്റ്റ് ഒരു വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ ബേസിക്കിലാണ് നമ്മളുടെ ജാങ്കോ എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് പോപ്പുലറായിട്ട് എല്ലാ ഡെവലപ്പേഴ്സിനും പൈത്തൺ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ വെബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മോഡൽ വ്യൂ ടെംപ്ലേറ്റ് ആർക്കിടെക്ചർ. അപ്പോൾ മോഡൽസ് എന്താണ്? നമ്മളുടെ ഡേറ്റാബേസിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ, നമ്മളുടെ ടേബിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ മോഡൽസിലായിരിക്കും. നമുക്ക് എന്താണ് ടെംപ്ലേറ്റ് ബേസിൽ നടക്കേണ്ട ഫങ്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത് എവിടെയാണ്? വ്യൂസിലായിരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ ടെംപ്ലേറ്റ്സ് എന്ന് വെച്ചാൽ
നമ്മളുടെ HTML പേജസിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.